ആദ്യം തന്നെ നമുക്ക് 25 കിലോ ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന. അപ്പോൾ ആദ്യം തന്നെ 25. അത് തന്നെ ഇതിന് ആവശ്യമുള്ള വെല്ലുള്ളി, പിന്നെ തക്കാളി, ഇഞ്ചി ചുറ്റുള്ളി പേസ്റ്റും, പിന്നെ പച്ചമുളകും ചതച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് അരിഞ്ഞെടുക്കണം, പൊടിനയും ചപ്പും ഉണ്ട്. രണ്ടും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അരിയുന്നത്. നമ്മളപ്പോൾ കുക്കർ അടുപ്പിട്ടിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ഇതൊരു 7 വിസിലായിട്ട് നമുക്ക് കാണാം. ബിരിയാണിക്ക് വേണ്ടി ക്യാരറ്റും അരിഞ്ഞെടുക്കുന്നുണ്ട്. കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഉപ്പിട്ട് കൊടുക്കാം. അതും ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പെരക്കി കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കോഴി പൊരിക്കാം കേട്ടോ. ഇത് നമ്മൾ ചോറിന് വേണ്ട ഉള്ളി പൊരിക്കാൻ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉള്ളി പൊരിക്കാൻ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അടുപ്പത്തിട്ട് ഇതിലേക്ക് 350 വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാൽഡയും ഇടണം. ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലെല്ലാം ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ചോറ് വെക്കുന്നതാണ്. നമ്മളിതിലേക്ക് ഡാൽഡ ഒഴിക്കുന്നുണ്ട്. ഇത് ചോറിനാട്ടോ. ചോറൊന്ന് വേറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഉള്ളി പൊരിക്കായ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോഴി പൊരിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ടിട്ടുണ്ട് എണ്ണയിലേക്ക്. അരി നന്നായി കഴുകിയെടുക്കാം. 4 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചോറ് വയ്ക്കാനുള്ള അരി അളക്കുകയാണ്. ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം വേണം. ചോറിൻ്റെ വെള്ളം അളന്ന് പാരണം കേട്ടോ. 3 ജഗ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മസാല കുക്കറിൽ വെച്ചിട്ട് ആയിട്ടുണ്ട്.
നമുക്ക് കഴുകിയതിന് ശേഷം അരി ഊറ്റിയെടുക്കാം കേട്ടോ. വെക്കുന്നത് ഗ്യാസിലല്ല കേട്ടോ, വിറകടുപ്പിലാട്ടോ വെക്കുന്നത്, പുറത്തുനിന്ന് വെക്കുന്നത്. ഇപ്പം അടുപ്പത്തേക്ക് നമ്മളിത് പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെ കുക്കറിലേക്ക് മസാലയില്ല, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ അടുപ്പിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഡാൽഡയും നെയ്യും ഗ്രാമ്പൂ പട്ടയും ഏലക്കായും അത് ഉള്ള ഒരു ഇതില്ലേ അത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ മേലെ കണൽ ദമ്മിടണ്ടിയിട്ട് ഓലക്കണ്ണിയും മടലും പിന്നെ തീയും കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് തിളച്ച് വരുന്നേരം ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇനിയാണ് ഈ വെള്ളം ഒന്നിന് വറ്റിയിട്ട് കാണാം കേട്ടോ. ഏകദേശം വെള്ളം വറ്റാനായി. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കണൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇതിലേക്ക് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിന ചപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ, അരിഞ്ഞു വെച്ച്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കത് മൂടി വെക്കാം. നമ്മൾ ചോറ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അക്ഷതയ ഇത് നമ്മുടെ മാമന്റെ ഭാഗമാണ്. നമ്മൾ ഇതിലേക്ക് പനിനീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലേശം കളറും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. ഇതിന്റെ മേലെ കുറച്ച് ഉള്ളി പൊരിച്ച കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാല ഇട്ടിട്ട് ഇതിന്റെ മേലെ നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി.